മറ്റേ പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാ കടകളിലും ഇതുപോലെ കുപ്പിയൊക്കെ നിരത്തി വെച്ച് അതിന് മോളിൽ ഇങ്ങനെ നാരങ്ങ വെച്ച് ഒരു 10-15 ഒരു ഷോ. അതെ അതെ, ഇത്രയും കുപ്പിയും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ കുപ്പികളൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കുപ്പികൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ കാര്യം ക്ലോസാണ്. അതെ, ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇത് ശരിക്കും ടൈറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തല്ലേ. ഈ ചൂട് സമയത്തൊക്കെ ഇത് ഒറ്റ വലിക്ക് നമ്മളിത് മുഴുവൻ കുടിക്കും. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലയിലാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വട്ട് സോഡ. അപ്പം ഇന്ന് ഗോലി സോഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐറ്റം നമ്മുടെ മാർക്കറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് യഥാർത്ഥ വട്ട് സോഡ അല്ലെങ്കിൽ ഗോലി സോഡ. പഴയ ആളുകളുടെ ഒരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ ഈ ഗോലി സോഡ. ഇതിപ്പം എല്ലായിടത്തും അങ്ങനെ കിട്ടാറില്ല. നമ്മുടെ കോട്ടയം ജില്ലയിൽ പാലായിലുള്ള നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ കടയിൽ ഇന്നും ഈ വട്ട് സോഡ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വട്ട് സോഡയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. പാപ്പൻ ചേട്ടാ, ഞാൻ പാപ്പൻ ചേട്ടനെ ഇവിടുത്തെ ഗോലി സോഡയൊക്കെ കാണാം അമ്മ. ശരി, വന്നതിൽ വളരെ സന്തോഷം അല്ലേ. ഗോലി സോഡ നമുക്കിപ്പം കിട്ടാനില്ലല്ലോ അധികം. ഇല്ല, ഇത് 10-28 വർഷത്തോളമായി ഈ കുപ്പിയുടെ വരവ് നിന്നിട്ട്. അതെ, ഈ കുപ്പിയുടെ ഒരു പ്രത്യേക സൈസ് കുപ്പിയാണ് അല്ലേ. അതെ, നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഇല്ല, നമ്മുടെ വട്ട് സോഡ എന്നാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അറിയില്ല. വട്ട് താക്കുമ്പോഴാണ് ഇത് ശരിയാകും വരുന്നത് അല്ലേ. നമ്മൾ എത്ര കൊല്ലമായി തുടങ്ങിയിട്ടത്? ഇത് ഞാൻ തുടങ്ങിയിട്ട് ഒരു 50 വർഷത്തോളമായി. 50 വർഷം. എനിക്ക് 86 വയസ്സായി. അത് നേരത്തെ സോഡ ഫാക്ടറി ആയിരുന്നു. ഈ കുപ്പി വരവ് നിന്ന് നിർത്തിയിട്ട് ഇപ്പം കുറച്ച് കുപ്പിയായിട്ട് ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. കിട്ടാനില്ല, ഇത് ഈ സൈസ് ഇല്ല ഇപ്പം. കുറച്ച് കുപ്പി നമ്മളുണ്ട്, അത്രേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. മറ്റേ പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാ കടകളിലും ഇതുപോലെ കുപ്പിയൊക്കെ നിരത്തി വെച്ച് അതിന് മോളിൽ ഇങ്ങനെ നാരങ്ങ വെച്ച് ഒരു 10-15 ഒരു ഷോ. അതെ, അതൊരു ഷോ ആയിരുന്നു. ഇപ്പൊ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് ഇത് കാണാനും ഇല്ലാതെ. ഇപ്പൊ ഞാൻ സ്ഥലത്ത് ചെന്നപ്പം ഈ ഇതിന് പകരം ഗോലി സോഡ എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് കുപ്പി, പല പല കളറുകൾ, പല ഫ്ലേവർ ഒക്കെ നടക്കും. അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ ഇത് തന്നെ. ഇതിനെ കുടിക്കാമോ? സ്ഥിരം കുടിക്കുന്നതാണോ? ആണല്ലേ. വട്ട് സോഡ ഇപ്പം നാട്ടിലെങ്ങും ഇല്ല. അവിടെ സ്ഥിരം വന്ന് കുടിക്കുമായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ ചെറുപ്പത്തിൽ ഇതായിരുന്നായിരിക്കും മൊത്തം. അടിപൊളി. വട്ട് സോഡ ഇപ്പം പാലായിലിപ്പം ഉള്ളൂ. ഇത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മറ്റേതൊന്നും കിട്ടത്തില്ല. ഇല്ല. നല്ല ഗ്യാസൊക്കെ അല്ലേ. ഗ്യാസാ. അപ്പോൾ 25 കൊല്ലമായിട്ട് ഇപ്പം നമുക്ക് ഞാൻ സ്വന്തമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. ഒറ്റയ്ക്ക്. അതെ, അതിന് മുമ്പ് ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ. കുറച്ച് വെള്ളം എടുത്താൽ മതി. എനിക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഒന്നാമത്. രണ്ടാമത് ഒരു ടൈം പാസ് ആയി. ഈ കുപ്പികളൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കുപ്പികൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ കാര്യം ക്ലോസാണ്. അല്ല, ഇതിപ്പം എക്സ്പെർട്ടൈസും കഴിഞ്ഞിരിക്കുക. ദൈവാനുഗ്രഹമുണ്ട്, പയ്യെ നീട്ടിക്കൊണ്ടുവരിക. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് നേരം കളിച്ച് ഇതുപോലെ അങ്ങോട്ട് കുപ്പിയെല്ലാം കഴുകി ഗ്ലാസ്സെല്ലാം കഴുകി ഒരു ബെസ്റ്റ് നാരങ്ങ ഇതുപോലെ. അതിൻ്റെ പുറമെ പഞ്ചസാര ലായനി. അതെ, ലായനി ഒഴിക്കുന്നു. അതിൻ്റെ പുറമെ എനിക്ക് ഒരു പ്രത്യേക ഒരു കൂട്ടുണ്ട്.
രഹസ്യ കൂട്ടാണ്. ഇത് സീക്രട്ടാണ്. സീക്രട്ട് ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സീക്രട്ട്. ഇത് കാര്യം നിസ്സാരം, പുറത്ത് പറഞ്ഞാൽ പ്രശ്നം ഗുരുതരം. അല്ലല്ല, ഇത് ഈ ചുരുക്ക കാലയളവിൽ അടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു ഇതാണ്. ഇത് കസ്കസ്. ഇതതിൻ്റെ വേറെ ഒരു കൂട്ടം. അങ്ങനെ 3-4 കൂട്ടം ഐറ്റംസ് ഉണ്ട്. അത് ഇത് മുളകാണ്. രഹസ്യം ഒരെണ്ണമേ ഉള്ളൂ, ഇത് ഉള്ളി. അത് പുറത്ത് വിട്ടാൽ നമ്മുടെ ഇത് പോകും. ഐസ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന വിലയ്ക്ക് പുറത്തുനിന്ന് എടുക്കുന്നതല്ല. ഇതാണ് നമ്മുടെ യഥാർത്ഥ ഗോലി പട്ട് സോഡ. ഇത് ഇതൊക്കെ എക്സ്പീരിയൻസ് ആയി പോയില്ലേ? പൊട്ടിക്കട്ടെ. പുക വരുന്നുണ്ടോ? വളരെ നല്ല നാരങ്ങാളമാണ്. പാലായി ടൗണിൽ വരുമ്പോൾ കുടിക്കുന്നതാണ്. അല്ല, പാലല്ല, വട്ടുസോഡ അന്വേഷിച്ച് വന്ന പാലാൽ എവിടെയേ കിട്ടുള്ളൂ. സ്പെഷ്യൽ സോഡ നാരങ്ങാളോ? പാലായി മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ അധികം സ്ഥലത്തില്ല. ഈ സാധനം ഇപ്പോൾ കാണാനില്ല. വട്ടുസോഡ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ല, പല ആൾക്കാർ യൂണിക്കാണ്. 5 വർഷം മുൻപ് നാരങ്ങ വെള്ളത്തിന് അന്നത്തെ അണക്കണക്ക് പറയുകയാണെങ്കിൽ 1.5 അണയാണ്. 50 വർഷം മുമ്പ്. അതെ, 1.5 അണയാണ്. അതിനു മുമ്പ് എൻ്റെ കാലഘട്ടത്തിൽ ചക്ര കാലഘട്ടമാണ്. തിരുവിതാംകൂർ ചക്രത്തിൻ്റെ കാലഘട്ടമാണ് ഞാനുള്ളത്. അത് കഴിഞ്ഞ് അണ കഴിഞ്ഞ പൈസ. ഇത്രയും കുപ്പികളാണ് ഇനിയുള്ളത്? അതെ, ഇത്രയും കുപ്പിയും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിയ എന്ന് മാത്രമല്ല, വേണ്ട ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നമ്മളെ പാപ്പത്തിൻ ചേട്ടൻ. പണ്ട് നമുക്ക് എത്ര വട്ടുസോഡ ഉണ്ടായിരുന്നു ഈ കുപ്പി? എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് അല്ല, അങ്ങനെ ചാക്കമ്പൊടി എടുക്കുക. ആലുവയില് KV കമ്മത്ത് ആൻഡ് കമ്പനി എന്നൊരു കമ്പനി ഉണ്ട്. അവര് അതിന്റെ വിതരണം. എല്ലാരും ചോദിക്കുന്ന ഒരു സംശയമാണ് ചേട്ടാ, ഈ വട്ട് ഇതിനകത്ത് എങ്ങനെയാണ് വീണെന്നുള്ളത്? വട്ട് ഇത് വട്ടോടുകൂടിയാണ് ഇത് വാർക്കുന്നത്. അതെ, ഇതിന്റെ നിർമ്മാണം തന്നെ വിത്ത് വട്ട്. ഇത് ഈ വട്ട് താഴോട്ട് പോകാതിരിക്കാൻ ഇവിടെ ചലക്കി വെച്ചിരിക്കുക. ഇത് പുറത്തോട്ട് പോകാതിരിക്കാനും ഇവിടെ ഒരു അല്പമുണ്ട്. ഇത് എടുക്കാൻ പറ്റിയല്ല. ഈ ഗ്യാസ് ഉണ്ടെങ്കിൽ ഈ വട്ട് ഇത് ഉറച്ചിരിക്കുള്ളൂ. ഇനിയിപ്പോ നമുക്ക് കുറച്ച് കുപ്പികളുണ്ട്, അത് നല്ല പൊന്നോപനകളെ പോലെ സൂക്ഷിച്ചു. പാപ്പച്ചേട്ടൻ സത്യം പറഞ്ഞാൽ ഒരു സ്വത്താന്ന് പറയാം. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അത് തന്നെ. പിന്നെ എൻ്റെ ടൈം പാസിന് പറ്റിയ ഒരു തൊഴിൽ കൂടിയാണ്. അതെ, അതുകൊണ്ട് ഈ കുപ്പിക്കൊന്നും വരാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഇതിനകത്താണ് നമ്മുടെ, അല്ലേ? അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അവരെ കൂടെ ഒന്ന് കാണിക്കാൻ ഇതാണ് നമ്മുടെ മെഷീനും കാര്യങ്ങളും. 3 കള്ളി ഇതിന്റെ അകത്തുള്ള 3 കള്ളിയാണ്. ഇത് ഇവിടെ നിന്ന് പൈപ്പ് ഇവിടെ നിന്ന് വന്ന് ഈ മെഷീനിലേക്ക് വരിക. അത് ഇവിടെ ഇതാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡും. ഇത് ഇവിടെ നിന്ന് തുറന്നിടുമ്പോൾ ഈ റെഗുലേറ്റർ വന്ന് നിൽക്കും. ഗ്യാസ് ഇതിൽ വന്നുണ്ട്. ഇപ്പം ഗ്യാസ് ഈ റെഗുലേറ്റർ നിർത്തിയ ഇവിടെ നിന്ന് നമ്മൾ കുപ്പി വെള്ളം അരിച്ചെടുക്കുകയാണ്, അല്ലേ? ഇത്ര അളവില്ല നമ്മൾ. അതെ, അത്ര ഒഴിക്കും. ഇതിപ്പോൾ 3 കുപ്പി ശരിയായിരിക്കുക. 3 കുപ്പിയായി. അതെ, ഇതിപ്പോൾ അതെ, ഇതിനകത്ത് അതെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇത് ശരിക്കും ടൈറ്റ് ചെയ്യണം. ഇത് 2-3 കറക്കേണ്ടതിൻ്റെ വകുപ്പ്. ഈ 2-3 കറക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കീറുന്ന ഗ്യാസ് വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ ഈ കുപ്പിയുടെ ഇതെല്ലാം പടക്കം അനുസരിക്കുമ്പോൾ ഒറ്റ കറക്കമേ ഉള്ളൂ. കാരണം ഗ്യാസ് കൂട്ടിയിട്ടിരിക്കുക. ഇപ്പം കൂട്ടിയപ്പോൾ കേട്ടില്ലേ? അതെ, അതുപോലെ കൂട്ടി ഇപ്പം ഞാൻ അതെ, ഒന്നാമത് കറക്കി അവിടെ വരെ ആയത്. ഇനി ഒരു കറക്കി ഇപ്പൊ നമ്മുടെ പവർ അനുസരിച്ച് ഗ്യാസ് കയറിയിട്ടുണ്ട്. കറക്കേണ്ട കാര്യമില്ല. ഗ്യാസ് കയറ്റിയ ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത വട്ട് സോഡ
ഗോലി സോഡ കാണാത്തവരൊക്കെ കാണുക അല്ലേ ചേട്ടാ? അതെ അതെ. വേണ്ടവർ കൂടെ വരാം. പാലായിൽ നമ്മുടെ സ്വന്തം പാപ്പൻ ചേട്ടൻ. പൊന്നോ, ഇത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ. എക്സ്പീരിയൻസ് തന്നെ വേണം. ഇത് അതുകൊണ്ടാണ് ഈ 3-4 ഇറക്കാൻ നമ്മൾ ഒരൊറ്റ കറക്കിന് സംഭവിച്ചെടുക്കും. വീട്ടിലാരൊക്കെ എന്ത് പറയും ഈ കച്ചവടത്തെ കുറിച്ച്? വീട്ടിൽ എല്ലാവർക്കും നല്ല ഇപ്പം എന്നെ കടയിലേക്ക് വിടാതെ നോക്കും അവര്. ആണോ? അതായത് ഇനിയിപ്പോ വേണ്ട എനിക്ക് വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് സ്ഥിരം കിടക്കണം. അതെ, ബോറടിക്കും. പഴയ കാലത്ത് സോഡ കടകളിൽ സോഡ പൊട്ടിച്ചു കൊടുക്കുന്ന ഈ രീതിയിലാണ്. ഇത് അടപ്പ്, ഇതാണ് അടപ്പ്. അതിൻ്റെ നടുക്ക് ഒരു തള്ളലുണ്ട്. കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റാത്തവർക്ക് ഇതാണോ? അതെ, കൈകൊണ്ട് പൊട്ടിക്കാൻ. സാധാരണ കൈകൊണ്ടല്ല പൊട്ടിക്കുന്നത്. സാധാരണ ഓപ്പണർ എന്ന് പറയുന്നത്. ഇതിന്റെ നടുക്കുള്ള ഇതാണ് പഴയകാല ഓപ്പണറാണ്. അതെ, പഴയ കാലത്തെ ഓപ്പണറാണ് ഇത്. ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോൾ കൈക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ഇല്ല, ഇതൊന്നും എപ്പോഴില്ല. ഇതൊക്കെ ഒന്ന് കണ്ടേക്കാം, നോക്കട്ടെ. ഇതൊന്നും ഇപ്പൊ കാണാൻ പോലും കിട്ടത്തില്ല അല്ലേ? ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ അല്ലേ നാരങ്ങ സ്പെഷ്യൽ സർബത്ത്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് രഹസ്യ കൂട്ടുകളൊക്കെ ഉണ്ട് അല്ലേ ചേട്ടാ? പിന്നൊരു സാധനമുണ്ട്, അത് പറയത്തില്ല. കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് നമ്മുടെ ചേട്ടൻ ഈ യഥാർത്ഥ വട്ടുസോഡ ഉപയോഗിച്ചിട്ടുള്ള സർബത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് കിട്ടാൻ തന്നെ പാടാണ് എവിടെയും. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വരുന്നുണ്ട് ആളല്ലേ, ഒരുപാട് ദൂരം എന്നൊക്കെ. നമ്മളെ ഒരുപാട് സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ട്. സർബത്തിൻ്റെ ഒരു ടേസ്റ്റ് ഗംഭീരമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് സമയത്തല്ലേ, ഈ ചൂട് സമയത്തൊക്കെ ഇത് ഒറ്റ വലിക്ക് നമ്മളിത് മുഴുവൻ കുടിക്കും. അതിൻ്റെ ടേസ്റ്റാണ്. യഥാർത്ഥ ഗോലി സോഡ ഉപയോഗിച്ചുള്ള നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ പാലായിൽ വരിക. പാലായിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ട് താഴെ അല്ലേ, ആ തൊട്ട് താഴെയാണ് നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ ഈ വട്ട് സോഡ കട. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചേട്ടാ. അപ്പോൾ എല്ലാവരും വരിക, ഒറിജിനൽ സോഡ കുടിച്ച് എൻജോയ് ചെയ്യുക.